എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലെയറിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 പുഴുങ്ങിയ മുട്ട എടുക്കണം. ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു മിക്സിംഗ് ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്ത് വേറെയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ്, ലെറ്റ്യൂസ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മയണൈസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയണൈസ് വീട്ടിൽ മിക്സിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കൂ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തോട്ട് എക്സ്ട്രാ മയണൈസ് വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ് നമുക്ക് ബ്രെഡിലോട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കുറച്ച് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇത് ബ്രെഡിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഈ എടുത്ത അളവിന് ഇതുപോലത്തെ 2 സാൻഡ്വിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫില്ലിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിൽ കാണുന്ന നമുക്കത് കട്ട് ചെയ്ത് കളയാം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്